ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നുള്ളത് വൈകിട്ടത്തെ 4 മണി ചായക്ക് ഒപ്പം കഴിക്കാൻ പറ്റിയ കുറച്ച് വിഭവങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറുള്ള കുറച്ച് വിഭവങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമായിട്ടുള്ള ഏലാഞ്ചിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിൽ നമുക്ക് ഇതിനുള്ള മാവ് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഏലാഞ്ചിക്കുള്ള മാവൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ആവശ്യമുള്ള നാളികേരം ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കാപ്പൊടി വേണ്ടത്. അപ്പോൾ ഈ നാളികേരം ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കാപ്പൊടി പിന്നെ പഞ്ചസാരയും. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചു. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ഇത് ഏലാഞ്ചി ഉണ്ടാക്കാനുള്ള പാനൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നമ്മൾ ദോശയ്ക്ക് പരത്തിയെടുക്കണ പോലെ തന്നെ പരത്തിയെടുക്കുക. മേലത്തെ മാവൊക്കെ ഉണങ്ങി വന്നപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് ചെറിയ തീയിലാക്കി വെക്കുക. എന്നിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അപ്പുറം സൈഡൊന്ന് മടക്കി പിന്നെ നടു നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഞാൻ ചെയ്തെടുക്കണം. അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ എന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല. വല്ലപ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണിത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കൊള്ളി ഇഷ്ടമാണ്. അപ്പോൾ ഇത് കട്ടൻ ചായയുടെ കൂടെ വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു വിഭവമാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും നല്ല ഇഷ്ടമാണത്. അപ്പോൾ അതേ കൊള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേ മൺചട്ടിയിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ പകുതി മുക്കാൽ വേവായപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതേ കൊള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എക്സ്ട്രാ വെള്ളമുള്ളത് ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കാച്ചിയെടുക്കാനായിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനുള്ള ചെറിയുള്ളി ചതച്ചത്, ഒരു പിടി ചെറിയുള്ളി ചതച്ചതാണ് അതിലേക്ക് ചേർക്കണത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് നന്നായി മൂത്ത് വന്നപ്പോൾ
എരിവിനും ആവശ്യമുള്ള ചതച്ച മുളകാണ് ഇടുന്നത്. അപ്പം ചതച്ച മുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു കളറിനായിട്ട് ഒരു നുള്ള് മുളക് പൊടി കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും മുളക് പൊടിയും ചതച്ച മുളകും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കൊള്ളിഷ്ടമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പുള്ള സമയത്ത് അല്ലെ നല്ല മഴയുള്ള സമയത്തൊക്കെയാണ് ഈ കൊള്ളിഷ്ടവും നല്ല കട്ടൻ ചായയും കൂട്ടി കുടിക്കാനായിട്ട്, നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കുമ്പർ, ഒരു സവാള, ഒരു തക്കാളി, ഇത്രയാണ് എടുത്തുള്ളത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു പൊട്ടറ്റോ ഒന്ന് നന്നായി വേവിച്ച് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത സവാള, കുക്കുമ്പർ, അതുപോലെ തന്നെ തക്കാളി ഇത്രയും ഒരു ബൗളിലേക്ക് ഇട്ടു. പിന്നെ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ വേവിച്ച് വെച്ചുള്ള പൊട്ടറ്റോ ആണ്. അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തു. അതും കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും. ഇനി നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചുള്ള വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നല്ലോണം കവർ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ വെച്ച് കൊടുക്കുക. അതിന് മേലേക്കായിട്ട് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുക. ഇനി ഇത് കവർ ചെയ്തിട്ട് ഒരു ബ്രെഡും കൂടി വെച്ച് നമുക്കിതൊന്ന് പാനിൽ വെച്ച് ഒന്ന് അപ്പുറം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാൻ ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് ഉണ്ടാക്കി വെച്ചുള്ള സാൻഡ്വിച്ച് വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെക്കുക, മൂടി വെച്ച് കൊടുക്കുക. ഓരോ സൈഡും ഓരോ മിനിറ്റ് വെച്ചിട്ട് വെക്കുക. അതിനുശേഷം തിരിച്ച് വെച്ച് കൊടുക്കുക. ഓരോ മിനിറ്റൊന്ന് ഓരോ സൈഡൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് സാൻഡ്വിച്ചാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കൊത്തി ചപ്പാത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു തക്കാളി, ഒരു സവാള, ക്യാരറ്റ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തുള്ളത്. അപ്പോൾ അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ക്യാരറ്റും ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം.
സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ക്യാരറ്റും ഇത്രയായിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തു. ഇനി വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും കുറച്ച് നേരം കൊണ്ടൊന്ന് വഴറ്റിയെടുത്ത് തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് തക്കാളിയൊക്കെ നന്നായി വഴണ്ടു വന്നപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ പൊടികളൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 കളറുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് 2 കളർ എടുത്തുള്ളത്. ഇപ്പോൾ 2 കളറൊന്നും ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളർഫുള്ളാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ 2 തരത്തിലുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് അതൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ എല്ലാ വെജിറ്റബിളും ഒരു ഭാഗത്തേക്ക് നീക്കി നമ്മൾ അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കിത് എല്ലാം കൂടി ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ചിക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം കൂടി മുട്ടയ്ക്ക് നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചപ്പാത്തി അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ചി എടുത്ത് വെച്ചുള്ളതാണ് ചപ്പാത്തി. ഒരു 5 ചപ്പാത്തിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തുള്ളത്. അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തുള്ള ചപ്പാത്തി അതിലേക്ക് ഇട്ടു. ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നല്ലോണം ഇളക്കി നല്ലോണം മൊരിച്ചെടുക്കുക. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വരും അതിൽ കിടന്നിട്ട്. അതുവരെ അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല ചൂടുള്ള കട്ടൻ ചായയോടൊപ്പം കഴിക്കാൻ പറ്റും നല്ല എരിവുള്ള കൊത്തിച്ചപ്പാത്തി. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണത്. കുറച്ച് നേരം ഇളക്കി ചപ്പാത്തിക്ക് നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവിൽ കുഴയ്ക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു നേന്ത്രപ്പഴം ഞാൻ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നീരെടുക്കുക. ഇതൊന്ന് വറ്റിയൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശർക്കര നീരൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഇട്ട് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക.
അതായത് നാളികേരമൊക്കെ ഇട്ട് നന്നായിട്ട് അതിൽ ശർക്കര നീരിലൊന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഴം കൂടി ചേർത്തു. ഇനി പഴം കൂടി ഇട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ചെറുതീയിലൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഒരു നുള്ള് ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചുള്ള അവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള അവിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ച് കറുത്ത എള്ളും കൂടി അതിലേക്ക് ഇട്ടു. വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് ചെറിയ തീയിൽ വെച്ച് നല്ലോണം മൊരിയിച്ചെടുക്കുക ഈ അവിലൊന്ന്. അപ്പം ഇതും നല്ല കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ ഈ സ്നാക്സ് റെസിപ്പിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.